പ്രിയപ്പെട്ടവരെ, നമ്മൾ തണ്ണിമത്തൻ തോട്ടത്തിലേക്ക് ഇറങ്ങിയാണ് രാവിലെ തന്നെ. നല്ല മഴ പെയ്തായിരുന്നു. അപ്പോൾ ചെറിയ മഴ ആണ് പെയ്തതല്ല, കുറച്ച് നേരം പെയ്തിട്ടുള്ളൂ, കൂടുതൽ പെയ്തിട്ടില്ല. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൂടുതൽ മഴ പെയ്താൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആൾക്കാർ വെള്ളത്തിന് ബുദ്ധിമുട്ടായിരിക്കുന്ന സമയമാണ്. നമ്മൾ മഴ പെയ്യരുതെന്ന് ആഗ്രഹിക്കാനും പറ്റില്ല നമുക്ക്. എന്നുവെച്ചാൽ എന്തായാലും ഇതിൽ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് വിളവെടുക്കാനുള്ള രീതിയിൽ എത്തിയാൽ മതി എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു 2 ആഴ്ചയും കൂടെ ആയാലും നമുക്ക് വിളവെടുക്കാനുള്ളതാവും ഏകദേശം. നമുക്ക് ഉണ്ടോ നല്ല പച്ചപ്പിലിങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഇതിൻ്റെ ഇടയിൽ ഫുൾ പുല്ല് മുളച്ച് കിട്ടാം. ഒരാളെ മുട്ടിൻ്റെ അത്രയ്ക്കും പുല്ല് മുളച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഈ കള പൊങ്ങുന്നതിനുള്ള ശരിക്കും എന്തെങ്കിലുമൊക്കെ നോക്കണം. ബെഡ്മാറ്റോ കുറച്ച് കോസ്റ്റ്ലിയാന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. ഉണ്ടല്ലോ പുല്ലൊക്കെ. ഇതേ അവസ്ഥ തന്നെയാണ് നെൽകൃഷി കൂട്ടാ. ഇവിടെയൊക്കെ കതിര് ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് അപ്പുറത്തൊക്കെ ഏകദേശം കതിരായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മഴ പെയ്യുന്നത് നെൽകൃഷിക്കും വലിയ നല്ലതല്ലെന്ന് തോന്നുന്നു മൊത്തത്തിൽ. പിന്നെ അതുപോലെ കുറച്ച് അപ്പുറത്തൊക്കെ കൊഴിയാനായ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് മഴ. പക്ഷേ ചെറിയ മഴയായിട്ട് പെയ്യണം, വലിയ കുഴപ്പമില്ല. ഓവറെ വെള്ളം നിൽക്കുന്ന മഴയൊക്കെ പെയ്താൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമുക്ക് ഷമാമുണ്ട് കുറച്ച് ഏരിയയിൽ. ഷമാമിനാണ് ഈ മഴ പെട്ടെന്ന് ബാധിക്കുക. ആ ഏരിയയിൽ കുറച്ച് ഷമാമുണ്ട്. പിന്നെ ഇവിടെയുള്ള തണ്ണിമത്തനൊക്കെ വിളവെടുക്കാനായിട്ടുമില്ല. എന്നാൽ 2 ആഴ്ച കഴിയും വേണം. അങ്ങനത്തെ അവസ്ഥയിലാണ്. അപ്പോൾ നോക്കാം. മഴക്കുള്ള ചാൻസൊക്കെ ഉണ്ട്. മഴക്കോളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് വീണ്ടും, പിന്നെ അതുപോലെ ഇന്ന് രാവിലെയൊക്കെ അങ്ങനത്തെ ഇതില്ല. എന്നാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. അതുപോലെ രാവിലെ നമ്മൾ പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങണേ നല്ല രസമായിട്ടാണ്. പക്ഷികളുടെ സൗണ്ട് ഇങ്ങനെ ഉണ്ടോ, നല്ല സൗണ്ടുകളിങ്ങനെ വരുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ ഏകദേശം 7:10 കഴിഞ്ഞിപ്പോൾ സൂര്യന് ഉദിച്ച് തുടങ്ങേണ്ട സമയമാണ്. ഇപ്പോൾ വെയിലിൻ്റെ അതൊന്നും കാണുന്നില്ല. മഴക്കാരനതാണോന്ന് അറിയില്ല. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്ന സമയത്തുള്ള ആ ലൈറ്റിങ് നല്ല രസമാട്ടോ. ഈ പക്ഷികളുടെ സൗണ്ടും ആ ലൈറ്റിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ പാടത്തിൽ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ രാവിലെ അത് വേറെ വൈബ് തന്നെയാണ്. ഇന്ന് സൂര്യന് കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രതീക്ഷിക്കുക. പക്ഷേ കാർമേഘമൊന്നും ഇല്ലേനും ഇങ്ങനെ ക്ലിയർ സ്കൈ ആണ്. അവിടെ കുറച്ച് ഏരിയയിൽ കാർമേഘം ഉണ്ട്. അത് ഇങ്ങനെ മൂടിക്കെടുക്കാൻ തോന്നുന്നു സൂര്യനെ. ഇപ്പോൾ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഇന്നത്തെ. തോട്ടത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ വേറെ എന്തോ ഒരു ഐറ്റം നല്ല ഫ്ലവർ ഇങ്ങനെ ഇതായിട്ടുണ്ട്. കണ്ടാൽ പെട്ടെന്ന് മുല്ലപ്പൂവാണ് ഇരിക്കുന്നത്. മുല്ലപ്പൂവല്ല, എന്തോ ഒരു കാട്ടുപൂവാണ്. മൊത്തത്തിൽ എന്തോ ഒരു പൂവാണ്. ഒരു ഫുൾ വെള്ളമല്ല, ഒരു ഗ്രീനിഷ് വൈറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്മെല്ലുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ട് സ്മെല്ലൊന്നും നോക്കാനുള്ളതില്ല. അതുകൊണ്ട് പക്ഷികൾ കരയുന്ന സൗണ്ടൊക്കെ നല്ല രസമുണ്ട് ഇങ്ങനെ കേൾക്കാൻ. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്ക്. നമ്മൾ പുതിയ വീഡിയോ കിട്ടുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാനോ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും നമുക്ക് ബൈ.